എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ആർട്ടുവിൻ്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മിൻ്റ് എന്ന് പറയുന്ന പ്രോജക്റ്റിൻ്റെ എയർ ഡ്രോപ്പിൻ്റെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ ലെയർ എഡ്ജ് എന്ന് പറയുന്ന ആ ഒരു പ്രോജക്റ്റിൻ്റെ ടാസ്കും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതാണ്. സോ മിൻറ്റിലേക്ക് ഫസ്റ്റ് നമ്മൾ വാലറ്റ് കണക്ട് ചെയ്യണം. സോ ചെക്ക് എലിജിബിലിറ്റി കണക്ട് വാലറ്റ്. സോ ഞാൻ ഓൾറെഡി വാലറ്റ് ഇവിടെ കണക്ട് ചെയ്തു. എൻ്റെ എയർ ഡ്രോപ്പ് എത്രയാണെന്ന് ഞാൻ ഓൾറെഡി അറിഞ്ഞായിരുന്നു. ബട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. സോ ഈ ഒരു കൺഫേമിലേക്ക് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ വാലറ്റ് എത്ര കിട്ടിയെന്ന് അവർ കാണിച്ചു തരും. സോ മിൻ്റ് ഐ ഡി എന്ന് പറയുന്ന അവരുടെ ആ ഒരു മെയിൻ NFT അതിൽ എനിക്കൊന്നും കിട്ടിയിട്ടില്ല. എനിക്കത് 0 ആണ്. കാരണം ഞാനത് ആദ്യത്തെ 5000 വന്നിട്ടില്ല. ആ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് മിൻ്റ് ഫോറസ്റ്റ് വഴി കിട്ടിയത് കഴിഞ്ഞ ഒരു വർഷത്തിൽ കൂടുതലായിട്ട് അവരുടെ ആ ഒരു ചെടി നനച്ച് ചെടി വളർത്തി പന്തലിച്ച് വന്നതിന് എനിക്ക് ആകെ കിട്ടിയത് 37ആണ്. അതായത് ഏകദേശം 13,72,574 പോയിന്റ്സ് അതുണ്ടായിട്ടും കൂടി എനിക്ക് 37 മിൻറ്റ് ടോക്കണാണ് അവർ തന്നത്. മിൻറ്റിൻ്റെ എക്സ്പെഡിഷൻ എന്ന് പറയുന്ന അത് വലുതായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇത് വേണം ചെയ്യേണ്ടിയിരുന്നത്. ഇത് ചെയ്തിരുന്നെങ്കിൽ അത്യാവശ്യം നല്ല പോയിന്റ്സും കിട്ടിയേനെ. കാരണം ഇതാകെ 3730 MB എന്ന് പറയുന്ന ആ ഒരു റേഞ്ച്. അത് ഞാൻ ജസ്റ്റ് ബേസ് ഇവർ തുടങ്ങിയ സമയത്ത് ജസ്റ്റ് ഒന്ന് ചെയ്തത് മാത്രമേ ഉള്ളൂ. അതിന് മാത്രം ഇവരെനിക്ക് 50 പോയിന്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. സോ അതൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല അത്രയും കിട്ടുമെന്ന്. ബട്ട് എന്തായാലും എനിക്ക് 88 പോയിന്റ്സാണ് ആകെ കിട്ടിയത്. സോ ഞാൻ കുറച്ച് കൂടുതൽ റിവാർഡ് പ്രതീക്ഷിച്ചു. ഒരു 150 കിട്ടും. കാരണം എനിക്ക് ഞാൻ ഇതിലാണ് പ്രതീക്ഷിച്ചത്. കാരണം ഒരു വർഷമായിട്ട് കണ്ടിന്യൂ ആയിട്ട് ഡെയിലി കയറി ഏകദേശം ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നൊരു പ്രോജക്റ്റ് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ട്വിറ്ററിൽ ഓരോ ആൾക്കാർക്കൊക്കെ കിട്ടിയിട്ടുള്ളത് 15,000 ടോക്കണൊക്കെയാണ്. സോ പൈസ ഇട്ടാൽ മാത്രമേ അവന്മാർ തരുവുള്ളൂ എന്ന് നമുക്ക് ഇപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. വെച്ചാൽ നല്ല എമൗണ്ട് ഇടണം. ഇപ്പോൾ പല പ്രോജക്റ്റ് 1 എതീരിയം 2 എതീരിയം 3 എതീരിയം ഒക്കെ ആ ഒരു പ്രോജക്റ്റിലേക്ക് ബ്രിഡ്ജ് ചെയ്തിടുന്നവർക്കാണ് പോയിന്റ്സ് കൂടുതൽ കൊടുക്കുന്നത്. ഇപ്പം സോണിയം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിൻ്റെ റീസെൻ്റായിട്ട് OG പാസിൻ്റെ കാര്യമൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോർമൽ OG പാസ് ആ 4,50,000 പേർക്ക് കിട്ടുന്നെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ ഈ പറഞ്ഞ 1 എതീരത്തിൽ കൂടുതൽ സോണിയത്തിലേക്ക് ബ്രിഡ്ജ് ചെയ്തവർക്ക് പ്രീമിയം OG പാസ്സാണ് കൊടുക്കുന്നത്. അത് മീൻസ് പൈസ കൂടുതൽ ഇട്ട് ചെയ്യുന്നവർക്ക് കൂടുതൽ കൊടുക്കും. സോ ഇതും അതുപോലെ തന്നെ. പിന്നെ റെഫറൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടും. നമുക്ക് പിന്നെ അത് രണ്ടും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആ ഒരു ആകെ കിട്ടിയത് 88 മിൻറ്റ് ടോക്കണാണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്യാസ് ഫീയും കാര്യങ്ങളും ഒന്നും കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ബിറ്റ്ഗെറ്റിലേക്ക് പ്രീ ഡെപ്പോസിറ്റ് കൊടുക്കുക. അതായത് ബിറ്റ്ഗെറ്റിൻ്റെ UID കോപ്പി ചെയ്യുക, മിൻറ്റിൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്സും കോപ്പി ചെയ്യുക. ഇത് 7-ാം തീയതിയാണ് ഇവർ പറയുന്നത്. 7-ാം തീയതി 6 AM UTCക്ക് ഇവർ ഇത് ക്ലെയിമിങ് സ്റ്റാർട്ട് ആവുന്നത്. അപ്പം മേ ബി 7-ാം തീയതി 8-ാം തീയതി ലിസ്റ്റിംഗ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ ഈ ഒരു ടോക്കൺ എത്ര വാല്യൂ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0.2 അല്ലെങ്കിൽ 0.5 തൊട്ട് 0.8 മാക്സിമം പോയാൽ $1. അതിനപ്പുറം പോകുമെന്ന് എനിക്കറിയില്ല. കാരണം 1 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് വച്ചിട്ട് നമുക്ക് ഏകദേശം $1 ഒക്കെ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് സിറ്റുവേഷനൊക്കെ ദുരന്തം ആയതുകൊണ്ട് മേ ബി നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ബട്ട് ചിലപ്പോൾ ഒരു ലെയർ 2 പ്രോജക്റ്റാണ് എത്തിൻ്റെ. ചിലപ്പോൾ അടിച്ച് കയറ്റാനുള്ള ചാൻസും ഉണ്ട്. ഇപ്പം പല മാർക്കറ്റിൽ നിൽക്കുന്ന പല പ്രോജക്റ്റിനും സപ്ലൈ ഒന്നും നോക്കിയിട്ടല്ല അതിൻ്റെ വാല്യൂ ഒന്നും നിൽക്കുന്നത്. സോ അതുകൊണ്ട് അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ബട്ട് എന്തായാലും നോക്കാം. ഒരു $80 എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ തൽക്കാലം ഒരു വർഷം എന്തെങ്കിലുമൊക്കെ ചെയ്തതിന് എന്തെങ്കിലുമൊക്കെ ആവുമായിരുന്നു. എനിവേ എന്തായാലും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ എയർ ഡ്രോപ്പ് അല്ലേ. സോ ഇവർ ആകെ ഇനി 2% മാത്രമേ ഇതിന് ടോട്ടൽ സപ്ലൈയുടെ വേർഷൻ 3ലേക്ക് മാറ്റുന്നുള്ളൂ മിൻറ്റ് ഫോറസ്റ്റിൻ്റെ. സോ അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. കാരണം ഇനി എൻ്റെ ആവശ്യമില്ല. കാരണം വെറും 2%, അതായത് ടോട്ടൽ ഇന്ന് വെറും 2%, 10% ഇപ്പോൾ അവർ കൊടുക്കുന്നു. 2% ഇനി അവർ മാറ്റിയിട്ട് 2026 അതായത് ഇനി അടുത്ത വർഷം വരെ നമ്മളിത് ചെയ്തുകൊണ്ട് കുത്തിയിരുന്ന് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. സോ അത്രയും വലിയ പണിയിലൊന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല. സോ അതുകൊണ്ട് അങ്ങനെ മിൻറ്റും വന്നു. ഇനി അങ്ങനെ നമുക്ക് ഡെയിലി ചെയ്യാനായിട്ട് ആകെ വലിയ പ്രോജക്റ്റും കാര്യങ്ങളൊന്നും എൻ്റെ അറിവിലില്ല. ഞാനധികം ചെയ്യുന്നുമില്ല. സോ ഇത് ഇത്രയേ ഉള്ളൂ. സോ നിങ്ങൾ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ ഇത് ക്ലെയിം ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എത്ര ടോക്കൺസ് കിട്ടിയെന്ന് പറയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ലെയർ എഡ്ജിൽ ഒരുപാട് പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സോ ചെയ്യാത്തവർ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, പോയിട്ട് ചെയ്താൽ മതി. അത് വളരെ സിമ്പിളാണ്. ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ മോസിലയിലോ ക്രോമിലോ ബ്രേവിലോ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ ജസ്റ്റ് ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കി ഇട്ടാൽ മതി. ഇവിടെ സ്റ്റാർട്ട് നോഡ് സ്റ്റോപ്പ് നോഡ് കൊടുത്താൽ മാത്രം മതി. അതായത് ഡെയിലി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഈ ഒരു ഡെയിലി സ്ട്രീക്ക് ഉണ്ട്, ഇതും ഡെയിലി ക്ലെയിം ചെയ്യാൻ ശ്രമിക്കുക. അത് ആദ്യത്തെ 7 ദിവസം കഴിയുമ്പോൾ 25,000 പോയിന്റ്, 14 ദിവസം കഴിയുമ്പോൾ 50,000 പോയിന്റ്, 21-ാമത്തെ ദിവസം 75,000 പോയിന്റ് കിട്ടും. ടോട്ടൽ എനിക്ക് ഇതുവരെ സിസ്റ്റം ഓണാക്കി വെച്ചുകൊണ്ട് മാത്രം 6,62,000 പോയിന്റ്സ് ആണ് ടോട്ടൽ കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ പുതിയതായിട്ട് വന്ന അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ആയിരുന്നു നേരത്തെ ഈ സ്റ്റാർട്ട് നോഡ് സ്റ്റോപ്പ് നോഡ് എല്ലാം വന്നിരുന്നത്. അതെല്ലാം മാറി ലീഡർ ബോർഡ് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്.
പിന്നെ ടാസ്ക് എന്ന് പറഞ്ഞൊരു പുതിയ സെക്ഷൻ തന്നെ വന്നിട്ടുണ്ട്. ഈ ടാസ്കിൽ നിങ്ങൾ ഈ റൺ എ ബ്രൗസർ ബേസ്ഡ് ലൈറ്റ് നോഡ് എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം തന്നെ കംപ്ലീറ്റഡ് ആവും. പിന്നെ സബ്മിറ്റ് എ പ്രൂഫ് ഇത് ഞാൻ ചെയ്തിട്ടില്ല. ഇത് ട്വിറ്ററിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്വിറ്റർ ഒന്ന് സെർച്ച് ചെയ്താൽ ഒരുപാട് പേര് ഇതിൻ്റെ ഇത് ഇട്ടിട്ടുണ്ട്. അത് നോക്കിയിട്ട് അതുപോലെ ഒന്ന് ചെയ്താൽ മതി. പിന്നെ ഇത് ഈ പറയുന്ന ബാഡ്ജ് വെരിഫൈ ചെയ്യാനുള്ള ഇതാണ്. സോ നിങ്ങൾക്ക് ഇതിൽ കയറിയിട്ട് ബാഡ്ജ് മിൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി പ്രൂഫ്സ് എന്ന് പറയുന്ന സെക്ഷൻ അവിടെയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. ഇനി മിൻറ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് 2 ബാഡ്ജ് മിൻറ്റ് ചെയ്യാൻ പറ്റും. സോ മിൻറ്റ് ഇനി 47 മണിക്കൂർ മാത്രമേ സമയമുള്ളൂ. അതായത് ജസ്റ്റ് 2 ദിവസം മാത്രമേ സമയമുള്ളൂ. അതിന് മുമ്പ് നിങ്ങളിത് മിൻറ്റ് ചെയ്യണം. സോ ഇത് ഫ്രീ മിൻറ്റാണ് ഈ ഒരു ബാഡ്ജ്. ഇതെന്ന് പറയുന്നത് നമുക്ക് 3x ബൂസ്റ്റ് കിട്ടുമെന്നും പറയുന്നുണ്ട് നോട്ട് പോയിൻറ്റ്സിൽ. സോ 100% മിൻറ്റിൻ്റെ ഫീസ് നമുക്ക് തിരിച്ചു തരും. അതായത് 0.309 എന്ന് പറയുന്ന എത്തീരിയം ആണ് ഇവർക്ക് ഇതിൻ്റെ ആ ഒരു OGയുടെ പ്ലഡ്ജ് ബാസിന് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ അത് മിൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഫീസ് ഇവരുടെ TG ടോക്കൺ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് കിട്ടും എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഈ പറയുന്ന ഈ ഒരു ബാഡ്ജ് ഉള്ളവർക്ക് കുറച്ച് ശതമാനം കൂടുതൽ എയർ ഡ്രോപ്പ് കിട്ടാനുള്ള ചാൻസ് ഡെഡിക്കേറ്റഡ് OG പ്ലഡ്ജ് പാസ് ഹോൾഡേഴ്സിന് % ഓഫ് എഡ്ജ് എയർ ഡ്രോപ്പും കിട്ടുമെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് മിൻറ്റ് ചെയ്യുക. ഒരു $3 അടുപ്പിച്ച് നിങ്ങൾക്ക് ബേസിൽ വേണ്ടി വരും. അതായത് ബേസ് നെറ്റ്വർക്കിൽ നിങ്ങൾ എതീരിയം കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ഇത് മിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 2 നിങ്ങൾക്ക് മിൻറ്റ് ചെയ്യാനായിട്ട്. സോ ഇത് മിൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ടാസ്കിൽ വന്നിട്ട് ഇവിടെ ഈ ഒരു ടാസ്ക് പോയിൻറ്റ്സും കൂടെ കംപ്ലീറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആവുള്ളൂ. ഇനി ലിങ്ക് യുവർ CLI നോഡ് എന്ന് പറയുന്ന ഒരെണ്ണം വരുന്നുണ്ട്. അതും ഉടനെ വരുവാണ്. അത് വന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറും നമുക്ക് ഈ പറയുന്ന അപ്പ് ടൈം കിട്ടും. നമ്മൾ ഓൾറെഡി 2 ദിവസം മുന്നേ നമ്മൾ വേറൊരു നോഡ് റൺ ചെയ്ത് അതേ പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിൽ നമുക്ക് ഈ CLI നോഡ് റൺ ചെയ്യാൻ പറ്റും ഇതിൻ്റെ. അതിപ്പോൾ വന്നിട്ടില്ല. അത് വരുന്ന സമയത്ത് ഒരു $5 ആയിരിക്കും വരാനുള്ള ഒരു എമൗണ്ട്. എനിക്കറിയില്ല. എന്തായാലും ലെയറേജ് ഈ മാസം 22-ാം തീയതി വരെ ടൈമുള്ളൂ. സോ 22-ാം തീയതിയോടുകൂടി ഇവരുടെ എല്ലാ കാര്യങ്ങളും കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ സീസൺ 2 ആയിരിക്കും ഇനി പോകാൻ പോകുന്നത്. സോ ഫസ്റ്റ് ടെസ്റ്റ് നെറ്റ് ആയിരുന്നു റൺ ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മെയിൻ നെറ്റിലേക്ക് വന്നു. സോ മെയിൻ നെറ്റ് കഴിഞ്ഞിട്ട് ഇനി ഇവരുടെ ഒരു ലിസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ മാർച്ചിൽ തന്നെ നടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അപ്പോൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് മിൻറ്റ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ഫ്രീ പാസ് മിൻറ്റ് ചെയ്യാം. ഫസ്റ്റ് ഫ്രീ പാസ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ നെറ്റ്വർക്ക് ഇവിടെ വരുന്നുണ്ടോ ഇല്ലയോ നോക്കട്ടെ. കുറച്ച് സ്ലോ ആയിരിക്കും. ട്രാൻസാക്ഷൻ പെൻഡിങ് ആണ് ഇവിടെ നിൽക്കുന്നത്. നെറ്റ്വർക്ക് ഇവിടെ എല്ലാവരും കൂടെ കയറി ചെയ്യുന്നുണ്ട്. കുറച്ച് നെറ്റ്വർക്ക് സ്ലോ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അൺഅപ്രൂവ്ഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ചെറിയൊരു ഫീസ് വരുന്നുണ്ട്. കൺഫേം വരുന്നുണ്ട്. ഓക്കെ, പെൻഡിങ് ആണ് വരുന്നത്. മിൻറ്റഡ്. സോ സക്സസ് ആയിട്ടുണ്ട്. സോ യു ഹാവ് സക്സസ്ഫുള്ളി മിൻറ്റഡ് ദ OG പ്ലച്ച് പാസ് എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു ഫ്രീ പാസിന് നമുക്ക് 1.2 ബൂസ്റ്റാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇനി ഇത് നമുക്ക് മെയിനായിട്ട് മിൻറ്റ് ചെയ്യാനുള്ളത്. ഇത് മസ്റ്റായിട്ട് മിൻറ്റ് ചെയ്യണം. ഞാൻ ടാസ്കിലോട്ട് പോട്ടെ. ടാസ്കിലോട്ട് പോയിട്ട് നമുക്കൊന്ന് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇത് 1.2ൻ്റെ വെരിഫൈ ആണ് കിടക്കുന്നത്. ഓക്കെ, വെരിഫൈ SPT സബ്മിറ്റിംഗ്. ഓക്കെ, അപ്പോഴും ഇവിടെ ഇതൊരു പോപ്പ് വരുന്നുണ്ട്. ഓക്കെ, എററാണ് വരുന്നത്. NFT വെരിഫിക്കേഷൻ ഇൻവാലിഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഡാഷ്ബോർഡിലോട്ട് വരുമ്പോൾ പോയിൻറ്റ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ട്. അതായത് നമ്മൾ മിൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് സമയം കഴിയുമായിരിക്കും വരാനായിട്ട്. സോ ഇവിടെ മിൻറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റും. സോ എന്തായാലും നമ്മൾ അതും കൂടെ ഒന്ന് ചെയ്യുവാണ്. ഓക്കെ, $1.97. അതായത് ഏകദേശം $2 നിങ്ങൾ കൂട്ടിയാൽ മതി. കറക്റ്റ്. ഞാൻ അതും ഇവിടെ കൺഫേം കൊടുക്കുവാണ്. ഓക്കെ, യു ഹാവ് സക്സസ്ഫുള്ളി മിൻറ്റഡ് എന്ന് പറഞ്ഞ് അതും കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ 2 ഇതും മിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഡാഷ്ബോർഡിലോട്ട് വരുവാണ്. ഡാഷ്ബോർഡിലോട്ട് വരുമ്പോൾ നമുക്ക് പോയിൻറ്റ്സും കാര്യങ്ങളൊന്നും ഇവിടെ അപ്ഡേറ്റ് ആയിട്ടില്ല. 3x ഒന്നും ഇവിടെ മാറിയിട്ടുമില്ല. നമ്മുടെ ഈ ഒരു പ്രൂഫ്സ് നമ്മുടെ ടാസ്കിൻ്റെ അവിടെ വന്നിട്ട് നമുക്കിവിടെ വെരിഫൈ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഇത് കംപ്ലീറ്റ് ആവണം. ഇവിടെ ഇതേപോലെ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ ടിക്ക് കാണിക്കണം. എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. ഇതിന് 8000 പോയിൻറ്റ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോ വെരിഫൈ SBT. എനിക്കൊന്ന് ഇപ്പം മിൻറ്റ് ചെയ്തുകൊണ്ടായിരിക്കും നമുക്കത് കിട്ടാത്തത്. ഞാൻ എന്തായാലും അത് കംപ്ലീറ്റ് ടാസ്ക് കൺഫേം കൊടുക്കുവാണ്. സോ ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു അത് കുറച്ച് കഴിഞ്ഞിട്ടേ ആവത്തുള്ളായിരിക്കും. അല്ലെങ്കിൽ ഇതേപോലെ 40 മണിക്കൂർ അല്ലെങ്കിൽ ഇവരുടെ ഇത് മിൻറ്റ് തീർന്നതിന് ശേഷം മാത്രമേ ഇവർ അൺലോക്ക് ആവാനുള്ള ചാൻസ് ഉള്ളൂ. 47 മണിക്കൂർ. സോ എനിവേ നമ്മൾ 2 മിൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത്ര എണ്ണമാണ് ഇപ്പോൾ നമ്മൾ മിൻറ്റ് ചെയ്യാനുള്ളത്. നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വരാം. എന്തായാലും ഇപ്പോൾ 8:30 ആയതേ ഉള്ളൂ രാത്രി. സോ ഇനി നമുക്കൊരു 9:30, 10 ആ സമയത്ത് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഞാൻ വീഡിയോ അങ്ങ് പബ്ലിഷ് ചെയ്യും. കാരണം നാളെ ആകുമ്പോഴത്തേക്കും നമുക്കിനി ഒരുപാട് ലേറ്റാവും. സോ എത്ര രാത്രി ആയാലും ഒന്ന് ഞാൻ വീഡിയോ പബ്ലിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. പെട്ടെന്നൊന്ന് അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ രാത്രി 1:40 ഇപ്പോൾ ഇത് ഓൺ ആക്കുന്നത്. കാരണം ഒരു 12:30 കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ എനിക്കിത് സക്സസ് ആയിട്ടുണ്ട്. സോ ഇത് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള 12,000 പോയിൻറ്റ്സും എനിക്കിവിടെ ഏൺ ആയിട്ടുണ്ട്.
സോ ഇതുവരെ വന്നിട്ടുള്ള ഇതെല്ലാം കംപ്ലീറ്റ് ആക്കി. ഇനി സബ്മിറ്റ് എ പ്രൂഫ് എന്ന് പറയുന്ന ഇതും കൂടെ ഉണ്ട്. സോ ഇവിടെ പ്രൂഫ്സിൽ വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മുടെ പേര് വല്ലതും ടൈപ്പ് ചെയ്യാം. അല്ലാതെ ഇവരുടെ ഈ ഒരു എക്സ്പ്ലോററിൽ കയറിയിട്ട് ആ ഒരു ട്രാൻസാക്ഷൻ എടുത്ത് പേസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു എക്സ്പ്ലോററിൽ ഒന്നും വർക്കാവുന്നില്ല. ലാസ്റ്റുള്ള എല്ലാം ഹൈഡായിട്ടാണ് ഇരിക്കുന്നത്. സോ ഇതൊന്നും വർക്കാവുന്നില്ല. സോ അതൊന്നും നമ്മൾ എടുക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഐ ആം രാജേഷ് കുമാർ എന്ന് വല്ലതും കൊടുക്കാം. എൻ്റെ പേര് ജസ്റ്റ് കൊടുത്തിട്ട് സെൻഡ് പ്രൂഫ് കൊടുക്കുവാണ്. ഓക്കെ, സിഗ്നേച്ചർ റിസീവ് നമ്മളിവിടെ പ്രൂഫ് ഓൾറെഡി സബ്മിറ്റഡ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. പ്രൂഫ് ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ജനറേറ്റ് പ്രൂഫ് കാർഡ് നമ്മൾ നോക്കുവാണ്. പ്ലീസ് ട്രൈ അഗെയിൻ എന്നാണ് കാണിക്കുന്നത്. അത് പ്രൂഫ് കാർഡ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ പ്രൂഫ് ഓൾറെഡി സബ്മിറ്റഡ് എന്ന് പറഞ്ഞ് നമ്മുടെ ടൈമും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ടാസ്കിൽ പോയിട്ട് ഒന്നുകൂടെ ഒന്ന് കൊടുത്തു നോക്കാം. സബ്മിറ്റ് എ പ്രൂഫ്, കൺഫേം കൊടുക്കുവാണ്. കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. സബ്മിറ്റ് എ പ്രൂഫും നമുക്ക് ആഡ് ആയിട്ടുണ്ട്. 2000 പോയിൻറ്റ്സ് അതും കിട്ടി. സോ ഇതുവരെ ഇവർ കൊണ്ടുവന്നിട്ടുള്ള ഈ 4ഉം നമ്മൾ ചെയ്തു. ഈ 4ലും നമുക്ക് പോയിൻറ്റ്സും കിട്ടിയിട്ടുണ്ട്. പിന്നെ മിൻറ്റ് ചെയ്യാത്തവരുടെ ശ്രദ്ധയ്ക്ക് എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് നിങ്ങൾ മിൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇനി 42 മണിക്കൂർ മാത്രമേ നമുക്ക് ടൈമുള്ളൂ. സോ മാക്സിമം മിൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഡാഷ്ബോർഡിലേക്ക് വരുവാണെങ്കിൽ എൻ്റെ പോയിൻറ്റ്സ് ഇപ്പം 79 ആയിട്ടുണ്ട്. എൻ്റെ പോയിൻറ്റ്സ് 79 എങ്ങനെ ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് 3x ബൂസ്റ്റും കിട്ടി. ബൂസ്റ്റ് ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുണ്ട്. സോ ഇപ്പോൾ കറക്റ്റായിട്ട് ബൂസ്റ്റ് ആക്റ്റീവ് ആയി. ഇത്രയും നേരം ഈ ബൂസ്റ്റ് ആക്റ്റീവ് അല്ലായിരുന്നു. ഇപ്പോൾ ബൂസ്റ്റും ആക്റ്റീവ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ 21ാമത്തെ ദിവസത്തതും ക്ലെയിം ചെയ്തിട്ടുണ്ട്. 21ാമത്തെ ദിവസം എനിക്ക് എറൗണ്ട് 75,000 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത 7 ദിവസം കഴിഞ്ഞ് 28ആണ് വരുന്നത്. സോ ഇനി ഡെയിലി നമ്മളിത് ലോഗിൻ ചെയ്ത് ഈ ഡേ സ്ട്രീക്ക് കൂട്ടിക്കൊണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇനി എനിക്ക് 28ാമത്തെ ദിവസം കിട്ടാൻ പോകുന്നത് 1,00,000 പോയിൻ്റാണ് ഒറ്റയടിക്ക്. അതായത് 25,000, 50,000, 75,000 നമ്മൾ നെക്സ്റ്റ് 1,00,000ത്തിലേക്കാണ് ഇനി പോകുന്നത്. സോ അതുകൊണ്ട് നിങ്ങളിത് കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. കറക്റ്റ് ഡേ ചെയ്യാൻ ശ്രമിക്കുക കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു പോയിൻറ്റ്സ് ആയിരിക്കും നിങ്ങൾക്കിത് ഏൺ ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ പോയിൻറ്റ്സ് 79ആണ്. ഇവിടെ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന വ്യക്തിക്ക് ഏകദേശം 1.19 മില്യൺ ആണ്. അത് എല്ലാം കളക്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ ഒരു ലെവലെത്തും. അപ്പോൾ ഞാനും ഏകദേശം ഏറ്റവും ടോപ്പ് നിൽക്കുന്ന ഒരു വ്യക്തിയോട് ഏകദേശം അടുത്തെത്തിയ ഒരു പ്രോജക്റ്റ് തന്നെയാണ് ഈ ഒരു പ്രോജക്റ്റ്. അതായത് ഏകദേശം 8 ലക്ഷം അടുപ്പിച്ചായിട്ടുണ്ട്. ആ പുള്ളിക്ക് ഏകദേശം 11 ലക്ഷമാണ്. ഒരു 4 ലക്ഷം സംതിങ് അതിൻ്റെ കുറവ് തന്നെയാണ്. ടോപ്പ് 100 എടുത്ത് നോക്കിയാലും അവരെല്ലാവരും ഇപ്പോൾ ഏകദേശം ഈ 1 മില്യണിൽ തന്നെയാണ് നിൽക്കുന്നത്. ടോപ്പ് 100ൽ നിൽക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ എങ്ങനെ പോയാലും ഒരു 1000-ലോ 10,000-നോ അകത്തൊക്കെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇപ്പോൾ ടോട്ടൽ ചെയ്യുന്ന ആൾക്കാരിൽ. സോ 3x ബൂസ്റ്റും കൂടെ കിട്ടിയതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് നല്ല ലെവലിലേക്ക് പോയിൻറ്റ്സ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ബാക്കി നമ്മുടെ ഈ ഒരു CLI വരുന്ന ടൈമിൽ ഞാനത് പറയാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസായ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, വാട്സപ്പ്, ട്വിറ്റർ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക. കാരണം വീഡിയോ ചെയ്യാൻ ചിലപ്പോൾ തിരക്കും കാരണമൊക്കെ കൊണ്ട് ഞാൻ ട്വിറ്ററിലായിരിക്കും പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നത്. സോ ട്വിറ്ററും നിങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിലും ടെലിഗ്രാം ചാനലിലും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റ് ആയി കാണും വരെ സലാം.